8th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയുടെ 5th ചാപ്റ്ററായ സൊല്യൂഷൻസിലെ ലെറ്റസസും കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ചാപ്റ്റർ വൈസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Given below are some solutions. Identify and write down the solvent and the solute present in them. Hint: those present in large amount is the solvent and that in small amount is the solute. ചില ലൈനുകൾ നൽകിയിരിക്കുന്നു. ഇവയിലെ ലായകം, ലീനം എന്നിവ കണ്ടെത്തി എഴുതാനാണ് സൂചന തന്നിട്ടുള്ളത്. അളവിൽ കൂടുതലുള്ളത് ലായകവും കുറവുള്ളത് ലീനവുമാണെന്ന്. ഓക്കെ, ആദ്യത്തെ സൊല്യൂഷൻ തന്നിട്ടുണ്ട്, സോൾവെന്റ് തന്നിട്ടുണ്ട്, സൊല്യൂട്ട് തന്നിട്ടുണ്ട്. സാൾട്ട് വാട്ടർ അത് സൊല്യൂഷൻ ആണ്. അത് ഏതൊക്കെയാണ്? സോൾവെന്റ് എന്ന് പറയുന്നത് ഏതാണ്? വാട്ടർ. സൊല്യൂട്ട് എന്ന് പറയുന്നത് സാൾട്ട്. ഓർണമെന്റൽ ഗോൾഡ്, സോൾവെന്റ് എന്ന് പറയുന്നത് ഗോൾഡ്, സൊല്യൂട്ട് എന്ന് പറയുന്നത് കോപ്പർ. സോഡ വാട്ടർ, വാട്ടർ എന്ന് പറയുന്നത് സോൾവെന്റ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് സൊല്യൂട്ട്. അടുത്തെന്തോന്നാണ്? ഡൈലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, വാട്ടർ എന്ന് പറയുന്നത് സോൾവെന്റ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂട്ട്. ഓക്കെ, നോക്കാം ഏതൊക്കെ. ഉപ്പ് ലായനിയിലെ ലായകം എന്ന് പറയുന്നത് ജലം, ലീനം എന്ന് പറയുന്നത് ഉപ്പ്. ആഭരണം, സ്വർണ്ണാഭരണത്തിലെ സ്വർണം എന്ന് പറയുന്നത് ലായകം, ചെമ്പെന്ന് പറയുന്നത് ലീനം. സോഡാവെള്ളത്തിലെ ലായകം എന്ന് പറയുന്നത് ഏതാണ്? ജലം, ലീനം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലായകം ജലം, ലീനോ എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹാവിൻഡ് യു നോട്ടീസ് ദ ക്യാപ്ഷൻ ഷേക്ക് വെൽ ബിഫോർ യൂസ് ഇൻ സർട്ടൻ മെഡിസിൻ ബോട്ടിൽസ്? നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ചില മരുന്ന് കുപ്പികളിൽ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലോണം ഷേക്ക് ചെയ്യുക, കുലുക്കി മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ പല ബോട്ടിൽസിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയില്ല. ഉണ്ടാവും. എന്താണ് കാരണം? എന്താണ്? ടു വിച്ച് ക്ലാസ് ഡു ദ സബ്സ്റ്റൻസസ് ഇൻ ദം ബിലോങ് ടു? കൊളോയിഡ് സൊല്യൂഷൻ സസ്പെൻഷൻ. ഈ കുപ്പികളിലുള്ള പദാർത്ഥം ഏത് മിശ്രിത വിഭാഗത്തിൽ പെടുന്നു? കൊളോയിഡ് ആണോ, ലായനിയാണോ, സസ്പെൻഷൻ ആണോ? ഏതാണ്? സസ്പെൻഷൻ അല്ലേ? ഏതാണ്? സസ്പെൻഷനിൽ പെടുന്നതാണ്. ഏതാണ്? സസ്പെൻഷനിൽ പെടുന്നതാണ് ഈ മിശ്രിതം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് സച്ച് ഇൻസ്ട്രക്ഷൻസ് ഓൺ ദീസ് ബോട്ടിൽസ്? കുപ്പിയിലെ നിർദ്ദേശത്തിനുള്ള കാരണം എന്താണ്? എന്താണ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ ഷേക്കിംഗ് വെൽ ബിക്കോസ് ഇറ്റ് ഈസ് സെറ്റിൽഡ് ഡൗൺ ആഫ്റ്റർ എ ലോങ് ടൈം. എന്താണ് അങ്ങനെ പറയുന്നത്? സസ്പെൻഷനിലെ കണികൾ ഏറെ നേരം കഴിയുമ്പോൾ അടിയുന്നു, അതുകൊണ്ടാണ് ഇളക്കി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. കുലുക്കുമ്പോഴത്തേക്ക് ആ കണികകൾ അടിഞ്ഞിരിക്കുന്നത് കുലുക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ മിക്സ് ആവും. അപ്പോൾ അങ്ങനെ ഷേക്ക് ചെയ്താണ് ഉപയോഗിക്കാനെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇതെന്താണ്? സസ്പെൻഷൻ ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. Given below are some activities and observations done by a student using samples of dilute rice water, salt water and muddy water. നേർത്ത കഞ്ഞിവെള്ളം, ഉപ്പുവെള്ളം, ചെളിവെള്ളം എന്നിവയുടെ സാമ്പിളുകൾ ഉപയോഗിച്ച് ഒരു കുട്ടി നടത്തിയ പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. കുറച്ചൊക്കെ ഫില്ല് ചെയ്തിട്ടില്ല. ഫില്ല് ചെയ്യാനുള്ള ഭാഗം നമ്മളടുത്ത് ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ എന്താണ്? മഡി വാട്ടർ, സാൾട്ട് വാട്ടർ, ഡൈലൂട്ട് റൈസ് വാട്ടർ, അങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ചെളിവെള്ളം, ഉപ്പുവെള്ളം, വളരെ നേർത്ത കഞ്ഞിവെള്ളം, അങ്ങനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ്. ആദ്യം എന്തോന്നാണ്? പാസിംഗ് എ ബീം ഓഫ് ലൈറ്റ്, പ്രകാശ ബീം കടത്തിവിടുന്നു. അപ്പൊ മഡി വാട്ടറിന് എന്ത് സംഭവിക്കുന്നു? പാത്ത് ഓഫ് ദ ബീം ഓഫ് ലൈറ്റ് ഈസ് വിസിബിൾ. എന്തോന്നാണ്? പ്രകാശപാത ദൃശ്യമാണ്. അടുത്ത് സാൾട്ട് വാട്ടറിലാണെങ്കിൽ പാത്ത് ഓഫ് ദ ബീം ഓഫ് ലൈറ്റ് ഈസ് നോട്ട് വിസിബിൾ. പ്രകാശ ബീം കടന്നു പോകുന്ന പാത നമുക്ക് ദൃശ്യമല്ല. അടുത്തില്ല. ഡൈലൂട്ടഡ് റൈസ് വാട്ടറിലാണെങ്കിലോ പാത്ത് ഓഫ് ദ ബീം ഓഫ് ലൈറ്റ് ഈസ് വിസിബിൾ. പ്രകാശപാത നമുക്ക് ദൃശ്യമാണ്. അടുത്ത് ഫിൽറ്ററിങ് യൂസിങ് എ ഫിൽറ്റർ പേപ്പർ. ചെളിവെള്ളത്തിലാകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചായിരിക്കുന്നത്.
മഡി വാട്ടറിൽ കമ്പോണൻസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയുന്നു, ഫിൽട്രേഷൻ വഴി വേർതിരിക്കാൻ കഴിയുന്നു. എന്നാൽ സാൾട്ട് വാട്ടറിലോ കനോട്ട് ബി സെപ്പറേറ്റഡ്. സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുമോ? നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല. ഡയലൂട്ടഡ് റൈസ് വാട്ടറിലോ കനോട്ട് ബി സെപ്പറേറ്റഡ്. അതും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ കീപ്പിംഗ് അൺഡിസ്റ്റർബ്ഡ് ഫോർ സം ടൈംസ്. കുറച്ച് സമയം അനക്കാതെ വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സെറ്റിംഗ് ഡൗൺ ദ പാർട്ടിക്കിൾസ്. കണങ്ങൾ അടിയുന്നു. ഡു നോട്ട് സെറ്റിംഗ് ഡൗൺ. ഒരിക്കലും അതിൽ ഒരു കണകങ്ങളും അടിയുന്നില്ല. പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ. പാർട്ടിക്കിൾസ് ഒന്നും അടിയുന്നില്ല അതിൽ ഡൈലൂട്ട് റൈസ് വാട്ടറിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്തോന്നാണ്? ചെളിവെള്ളത്തിലാണെങ്കിൽ പ്രകാശബീം കടത്തിവിടുമ്പോൾ പ്രകാശപാത കാണാൻ പറ്റും, ദൃശ്യമാണ്. ഉപ്പുവെള്ളത്തിലാണെങ്കിൽ പ്രകാശബീം കടന്നു പോകുമ്പോൾ പാത ദൃശ്യമല്ല. എന്നാൽ നേരത്തെ കഞ്ഞിവെള്ളത്തിലും അതുപോലെ ദൃശ്യമാണ്. പ്രകാശബീം കടത്തിവിടുമ്പോഴത്തേക്ക് പാത ദൃശ്യമാണ്. അടുത്ത ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുന്നു. ചെളിവെള്ളത്തിലാണെങ്കിൽ ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയുന്നു. ഉപ്പുവെള്ളത്തിലാണെങ്കിൽ വേർതിരിക്കാൻ കഴിയില്ല. വളരെ നേർത്ത കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ വേർതിരിക്കാൻ കഴിയില്ല. കഞ്ഞിവെള്ളത്തിലും വേർതിരിക്കാൻ കഴിയില്ല. അടുത്തെന്തോന്നാണ്? കുറച്ച് സമയം അനക്കാതെ വയ്ക്കുകയാണെങ്കിൽ ചെളിവെള്ളത്തിൽ കണങ്ങൾ അടിയുന്നു. എന്നാൽ ഉപ്പുവെള്ളത്തിൽ കണങ്ങൾ അടിയുന്നില്ല. വളരെ നേർത്ത കഞ്ഞിവെള്ളത്തിലാണെങ്കിലും കണങ്ങൾ അടിയുന്നില്ല. അപ്പോൾ ചെളിവെള്ളത്തിൽ മാത്രമേ കണങ്ങൾ അടിയുന്നുള്ളൂ. Complete the table with the missing of observation. Classify these samples into solutions, colloid and suspension. ഈ സാമ്പിൾസിന് നമ്മൾ സൊല്യൂഷൻ ഏതാണ്, കൊളോയിഡ് ഏതാണെന്ന്, സസ്പെൻഷൻ ഏതാണെന്ന് തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൊളോയിഡ് ഏതാണ് ഇതില്? കൊളോയിഡ് എന്ന് പറയുന്നത് ഏതാണ്? ഡൈലൂട്ടഡ് റൈസ് വാട്ടർ എന്താണ്? കൊളോയിഡിൽ വരുന്നതാണ് ഡൈലൂട്ടഡ് റൈസ് വാട്ടർ എന്ന് പറയുന്നത്, കൊളോയിഡിൽ വരുന്നത്. ഉപ്പുവെള്ളം എന്ന് പറയുന്നത്, ഉപ്പുവെള്ളം സാൾട്ട് വാട്ടർ എന്തോന്നാണ്? സൊല്യൂഷനാണ് സാൾട്ട് വാട്ടർ എന്ന് പറയുന്നത്. ഇത് സൊല്യൂഷനാണ് സാൾട്ട് വാട്ടർ. എന്നാൽ മഡി വാട്ടർ എന്തോന്നാണ്? സസ്പെൻഷൻ ആണ്. മഡി വാട്ടർ സസ്പെൻഷൻ ആണ്. ഓക്കെ, മഡി വാട്ടർ സസ്പെൻഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഏതൊക്കെയാണ് പറഞ്ഞത്? മഡി വാട്ടർ സസ്പെൻഷൻ, സാൾട്ട് വാട്ടർ സൊല്യൂഷൻ, ഡൈലൂട്ട് റൈസ് വാട്ടർ കൊളോയിഡ്. ഏതൊക്കെ? വളരെ നേർപ്പിച്ച കഞ്ഞിവെള്ളം കൊളോയിഡ് ആയിട്ട് വരും. ഉപ്പുവെള്ളം ലായനിയായിട്ട് വരും. ചെളിവെള്ളം സസ്പെൻഷൻ ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. There are numerous instances in daily life where solutions are being used. Tabulate some of them. നിത്യജീവിതത്തിൽ മിശ്രിതങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന നിരവധി സന്ദർഭങ്ങൾ ഉണ്ടല്ലോ. ഏതാനും സന്ദർഭങ്ങൾ പട്ടികയാക്കാനാണ്. ഏതൊക്കെയാണ്? ടു മേക്ക് ആർട്ടിഫിഷ്യൽ സോഫ്റ്റ് ഡ്രിങ്ക്സ്. കൃത്രിമ പാനീയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തോന്ന് ഉപയോഗിക്കുന്നു? മിശ്രിതങ്ങൾ. ടു മേക്ക് കോഫി, ടീ ആൻഡ് ജ്യൂസസ്. ചായ, കാപ്പി, ജ്യൂസ് എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഫോർ പെയിന്റിങ്, പെയിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പ്ലാസ്റ്ററിങ് വിത്ത് സിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. There are numerous instances in daily life where solutions are being used. നിത്യജീവിതത്തിൽ മിശ്രിതങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? കൃത്രിമ പാനീയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ചായ, കാപ്പി, ജ്യൂസ് എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പെയിന്റ് ചെയ്യുവാൻ, സിമെന്റ് ചെയ്യുവാനൊക്കെ ഉപയോഗിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. You are now familiar with the different types of solutions. എന്താണ്? വിവിധ തരം ലായനികളെ പരിചയപ്പെട്ടല്ലോ. അതിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാച്ചുവേർഡ് ആൻഡ് സൂപ്പർ സാച്ചുവേർഡ് സൊല്യൂഷൻ? പൂരിത ലായനിയും അതിപൂരിത ലായനിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നോക്കാം. സാച്ചുവേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ the solution in which maximum amount of solute is dissolved. A solution which contains more amount of solute than that is required to saturate is known as the supersaturated solution. അതായത് ഒരു ലായനിയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നതാണ് പൂരിത ലായനി എന്ന് പറയുന്നത്.
പിന്നെ എന്നാൽ പൂരിതമാകാൻ ആവശ്യമായതിലും കൂടുതൽ ലയിച്ചു ചേർന്നാൽ ലായനി എന്തോന്ന് പറയും? അതിപൂരിത ലായനി എന്ന് പറയും. പൂരിത ലായനി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? പരമാവധി ലീനം. അതായത് ദ സൊല്യൂഷൻ ഇൻ വിച്ച് മാക്സിമം എമൗണ്ട് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ്, അതാണ് എന്തോന്ന്? സാച്ചുവേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാൻ ദാറ്റ് ഈസ് റിക്വയർഡ് എ സാച്ചുറേറ്റ് ഈസ് നോൺ ആസ് സൂപ്പർ സാച്ചുവേർഡ് സൊല്യൂഷൻ. എന്നാൽ പൂരിതമാകാൻ ആവശ്യമായതിലും കൂടുതൽ ലയിച്ചു ചേർന്ന ലായനിയാണ് അതിപൂരിത ലായനി എന്ന് പറയുന്നത്. അടുത്തതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ വിൽ യു പ്രിപ്പയർ എ സൂപ്പർ സാച്ചുറേറ്റ് സൊല്യൂഷൻ ഓഫ് കോമൺ സാൾട്ട്? ഉപ്പിന്റെ അതിപൂരിത ലായനി എങ്ങനെ തയ്യാറാക്കാം? പ്രിപ്പയർ എ സാച്ചുറേറ്റ് സൊല്യൂഷൻ ഡിസോൾവിംഗ് സാൾട്ട് ഇൻ വാട്ടർ, ദെൻ ദ സൊല്യൂഷൻ ഈസ് ഹീറ്റഡ് ആൻഡ് ഇസ് ഡിസോൾവ്ഡ് മോർ സൊല്യൂട്ട് ഇൻ ഇറ്റ്. എങ്ങനെ? ജലത്തിൽ പരമാവധി ഉപ്പ് ലയിപ്പിച്ച് പൂരിത ലായനി തയ്യാറാക്കുക, അതിനുശേഷം ലായനിയെ ചൂടാക്കുക, വീണ്ടും ഉപ്പ് ചേർത്ത് ഇളക്കുക. അപ്പോൾ എന്താ, അതിൻ്റെ സൂപ്പർ സാച്ചുറേറ്റ് സൊല്യൂഷനായി. അപ്പോൾ ആദ്യം മാക്സിമം ഉപ്പ് ചേർത്ത് ഇളക്കുക, അത് കഴിഞ്ഞിട്ട് അതിനെ ചൂടാക്കുമ്പോഴത്തേക്ക് കുറെ കൂടെ ഉപ്പ് അതിൽ ഡൈലൂട്ട് ആവും. അപ്പോൾ അങ്ങനെ അതിൻ്റെ സൂപ്പർ സാച്ചുറേറ്റ് സൊല്യൂഷൻ തയ്യാറാക്കാം. ഓക്കെ, അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതിൽ unsaturated and supersaturated solutions of copper sulfate are prepared in separate beakers and crystals of copper sulfate is dipped into each one of them. What would be the observation after a day? Give reasons. എന്താണ്? കോപ്പർ സൾഫേറ്റിന്റെ അപൂരിത ലായനിയും അതിപൂരിത ലായനിയും വെവ്വേറെ ബീക്കറുകളിൽ തയ്യാറാക്കി അവയിൽ ഓരോ കോപ്പർ സൾഫേറ്റ് പരലുകൾ ചരടിൽ തൂക്കി നിർത്തുന്നു. അടുത്ത ദിവസത്തെ നിരീക്ഷണം എന്തായിരിക്കും? കാരണം വിശദീകരിക്കുക. നോക്കാം. The size of the crystal in the supersaturated solution increases. Supersaturated solution എന്താണ്? അതിപൂരിത ലായനിയുടെ ക്രിസ്റ്റലുകൾ എന്താകുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, വലുതാകുന്നു. This is because the excess solute stacked on the crystal. എന്താണ് കാരണം? ലായനിയിലെ അധിക ലീനം ക്രിസ്റ്റലിൽ പറ്റിപ്പിടിക്കുന്നതാണ് കാരണം. അങ്ങനെ അത് ക്രിസ്റ്റലുകൾ വലുതാക്കാൻ കാരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ആൻഡ് ടാബുലേറ്റ് ദ മിക്സ്ചേഴ്സ് ഗിവൺ ബിലോ ഇൻടു സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ. എന്തോന്നാണ് പറഞ്ഞിരിക്കുന്നത്? ചുവടെ കൊടുത്തിരിക്കുന്ന മിശ്രിതങ്ങളെ ലായനി, കൊളോയിഡ്, സസ്പെൻഷൻ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് തന്നിരിക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? മിൽക്ക്, ഫോഗ്, അറ്റ്മോസ്ഫിയറിക് എയർ, ഡൈലൂട്ട് ആസിഡ്, ലൈം വാട്ടർ, ഇങ്ക്, സ്മോക്ക്. ഏതൊക്കെ? പാൽ, മൂടൽമഞ്ഞ്, അന്തരീക്ഷവായു, നേർപ്പിച്ച ആസിഡ്, ചുണ്ണാമ്പ് വെള്ളം, മഷി, പുക. ഇവയെ എന്തോന്നു? ലായനിയായിട്ടും കൊളോയിഡായിട്ടും സസ്പെൻഷനായിട്ടും തിരിക്കാൻ. സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ. ആദ്യം നോക്കാം. സൊല്യൂഷനിൽ ഏതൊക്കെ വരും? ഡൈലൂട്ട് ആസിഡ്, പിന്നെന്തോന്ന്? അറ്റ്മോസ്ഫിയറിക് എയർ. ഇത് രണ്ടും സൊല്യൂഷനിൽ വരുന്നതാണ്. സൊല്യൂഷനിൽ വരുന്നത് അറ്റ്മോസ്ഫിയറിക് എയറും ഡൈലൂട്ട് ആസിഡും. ലായനിയിൽ വരുന്നത് ഏതൊക്കെയാണ്? നേർപ്പിച്ച ആസിഡ്, അന്തരീക്ഷവായു, നേർപ്പിച്ച ആസിഡ് ലായനിയിൽ വരുന്നതാണ്. അടുത്ത രണ്ടാമത് ഏതാണ്? കൊളോയിഡിൽ വരുന്നത് ഏതാണ്? മിൽക്ക്, സ്മോക്ക്, ഫ്രോഗ്. കൊളോയിഡിൽ വരുന്നത് മിൽക്ക്, സ്മോക്ക്, ഫോഗ്. പാൽ, പുക, മൂടൽമഞ്ഞ്. ഏതിൽ വരുന്നത്? കൊളോയിഡിൽ വരുന്നത് ഏതാണ്? പാൽ, മൂടൽമഞ്ഞ്, പുക. ഇതൊക്കെ കൊളോയിഡിൽ വരുന്നതാണ്. പാൽ, മൂടൽമഞ്ഞ്, പുക. ഇതിലേതൊക്കെ വരും? ഫോഗ്, മിൽക്ക്, സ്മോക്ക്. ഇതൊക്കെ കൊളോയിഡാണ്. ഇനി എന്തോന്നാണ്? സൂപ്പർ സസ്പെൻഷനിൽ വരുന്നത് എന്തോന്നാണ്? ചുണ്ണാമ്പ് വെള്ളം, ലൈം വാട്ടർ ആണ് സസ്പെൻഷനിൽ വരുന്നത്. വരുന്നത് ഏതാണ്? ലൈം വാട്ടർ. സസ്പെൻഷൻ. ലൈം വാട്ടർ, ചുണ്ണാമ്പ് വെള്ളം സസ്പെൻഷനിൽ വരുന്നത്.
സൊല്യൂഷനിൽ ഡൈലൂട്ട് ആസിഡ്, അറ്റ്മോസ്ഫിയറിക് എയർ, കൊളോയിഡിൽ മിൽക്ക്, സ്മോക്ക്, ഫോഗ്, പിന്നെ സസ്പെൻഷനിൽ ലൈം വാട്ടർ, ചുണ്ണാമ്പ് വെള്ളം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മെൻഡ് ബൈ സ്റ്റെബിലൈസർ? ഗീവ് എക്സാമ്പിൾ. സ്റ്റെബിലൈസർ എന്തെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കാനാണ്. എന്താണ്? ദ സോഫ്റ്റ് ഡ്രിങ്ക്സ് അവൈലബിൾ ഇൻ മാർക്കറ്റ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ ഈവൻ ആഫ്റ്റർ prolonged storage to retain as such for long time without setting down. Some chemicals are added to it. These are called stabilizers. എന്താണ്? കണികകൾ അടിയുന്നത് തടയുന്നതിനായി കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്ന രാസവസ്തുക്കളാണ് സ്റ്റെബിലൈസറുകൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഏത് പറയാം? ബ്രോമിനേറ്റ്സ് വെജിറ്റബിൾ ഓയിൽ. ഏതാണ് ബ്രോമിനേറ്റ്സ് വെജിറ്റബിൾ ഓയിൽ? മനസ്സിലായ എന്താണ് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ? എന്താണ്? കണികകൾ അടിയുന്നത് തടയാൻ വേണ്ടി കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്ന രാസവസ്തുക്കളാണ് സ്റ്റെബിലൈസറുകൾ എന്ന് പറയുന്നത്. കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്ന രാസവസ്തുക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ക്യാൻ വി പ്രിപ്പയർ ദ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സാൾട്ട്? ഉപ്പിന്റെ ഒരു അതിപൂരിത ലായനി എങ്ങനെ തയ്യാറാക്കാം? പ്രിപ്പയർ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഡിസോൾവിംഗ് സാൾട്ട് ഇൻ വാട്ടർ. അതായത് ഒരു ബീക്കറിൽ ജലം എടുത്ത് അതിൽ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. അപ്പൊ ഒരു പരിധി വരെ ആ ഉപ്പ് അതിൽ അലിഞ്ഞു ചേരും. അതിനുശേഷം then the solution is heated and dissolves more solute in it. അതിനുശേഷം അതിനെ ചൂടാക്കുക. ചൂടാക്കിയതിനു ശേഷം വീണ്ടും ഉപ്പിട്ട് കുറെ കൂടെ ഇളക്കുമ്പോഴത്തേക്ക് കുറെ ഉപ്പ് കൂടെ അതിൽ അലിഞ്ഞു ചേരും. അപ്പോൾ അതെന്താവും? ഉപ്പിന്റെ അതിപൂരിത ലായനിയാവും. സാൾട്ടിന്റെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയി മാറും. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. കളക്ട് ദ നെയിംസ് ഓഫ് ദ preservative commonly used and write its the side effects. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പാക്കറ്റുകളിലാക്കിയ ഭക്ഷണ സാധനങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളുടെ പേരുകൾ ശേഖരിക്കുക. അവ ശരീരത്തിനുണ്ടാക്കുന്ന ദോഷങ്ങൾ കണ്ടെത്തുക. നമുക്കറിയാം, ഇന്ന് പാക്കറ്റിൽ കിട്ടുന്ന പല സാധനങ്ങളും എത്ര ദിവസം കഴിഞ്ഞാലും കേടുവരാതെ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അതിന് എന്തൊക്കെ രാസവസ്തുക്കളാണ് ചേർക്കണമെന്ന് നോക്കാം. എന്തൊക്കെയാണ് കെമിക്കൽസ് എന്ന് നമുക്ക്. കോമൺ സാൾട്ട്, ഷുഗർ, അസറ്റിക് ആസിഡ്, സോഡിയം മെറ്റ ബൈസൾഫേറ്റ്. അപ്പൊ ഇതൊക്കെയാണ് ചേർക്കുന്നത്. ഏതൊക്കെ? ഉപ്പ്, പഞ്ചസാര, അസറ്റിക് ആസിഡ്, സോഡിയം മെറ്റ ബൈസൾഫേറ്റ് എന്നിവയാണ് പാക്കറ്റുകളിൽ ഭക്ഷണ സാധനങ്ങൾ കേടുവരാതെ സൂക്ഷിക്കുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ എന്ന് പറയുന്നത്. ഏതൊക്കെ? കോമൺ സാൾട്ട്, ഷുഗർ, അസറ്റിക് ആസിഡ്, സോഡിയം മെറ്റ ബൈസൾഫേറ്റ്. ഓവർ യൂസ് ഓഫ് സാൾട്ട് കോസസ് ഹൈപ്പർ ടെൻഷൻ. അപ്പൊ എന്താണ്? ഉപ്പിന്റെ അമിത ഉപയോഗം നമുക്ക് എന്തോന്നുണ്ടാക്കും? ബ്ലഡ് പ്രഷർ കൂട്ടും. രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്നതിനും. പിന്നെ എന്തോന്നാണ്? യൂസ് ഓഫ് ഷുഗർ എഫക്ട്സ് ബാഡ്ലി ഓൺ ഡയബറ്റിക് പേഷ്യൻസ്. പഞ്ചസാര ഒരുപാടായാലും അതെന്തോന്നായി മാറും? ഡയബറ്റിക് പേഷ്യന്റ് ആയിട്ട് നമ്മളെ മാറ്റും. പ്രമേഹത്തിന് കാരണമാകുന്നു. പിന്നെ എന്തോന്നാണ്? അസറ്റിക് കേസസ് അസിഡിറ്റി. അസറ്റിക് ആസിഡ് കൂടുതലായി ഉപയോഗിക്കുന്നത് എന്തോന്ന്? അസിഡിറ്റി ഉണ്ടാകാനും കാരണമാകുന്നു. മനസ്സിലായ? ഉപ്പിന്റെ അമിത ഉപയോഗം BP കൂട്ടും. ഷുഗറിന്റെ ഉപയോഗം ഡയബറ്റിക് പേഷ്യൻസ് ആക്കും. അസറ്റിക് ആസിഡ് നമുക്ക് അസിഡിറ്റി കൂട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ടിൻഡൽ എഫക്റ്റ്? ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ദ കൊളോയിഡൽ particles can scatter light and so we can see them. This is Tyndall effect. അതായത് കൊളോയിഡ് കണങ്ങൾ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു, അതുകൊണ്ടാണ് അവ കാണാൻ കഴിയുന്നത്. ഈ പ്രത്യേകതയ്ക്കാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.